ഹലോ, നമ്മുടെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ കുറേ മലയാളി ചേട്ടന്മാർ പഞ്ചാരിമേളം പഠിച്ചത് അരങ്ങേറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും മനുവേട്ടനും കൊച്ചും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി അരങ്ങേറ്റമായി. അപ്പം നമുക്ക് സ്വന്തമായിട്ട് കെനിയയിൽ ഇപ്പോൾ മേളക്കാരായിട്ടോ. അപ്പോൾ നമ്മൾക്ക് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഇനി ഉത്സവം വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുവാണെങ്കിലും പഞ്ചാരിമേളത്തിനുള്ള ആളുകളായിട്ടോ. നല്ല ഭംഗിയിൽ തന്നെ അവർ എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇത് ഒരു വർഷത്തെ ഇവരുടെ കഠിനാധ്വാനമാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് മാരാരെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് കേട്ടോ പഠിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് പുറകിൽ ഒത്തിരി കഠിനാധ്വാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇത്രയും ആളെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഒത്തിരി പേര് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നാട്ടിലെ മേളമൊക്കെ ഇവിടെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് മനസ്സിനൊക്കെ തോന്നുന്നത്. നാട്ടിലൊരു ഉത്സവത്തിനൊക്കെ പോയൊരു പ്രതീതി കേട്ടോ. പിന്നെ അതേ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയും നമ്മുടെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ വൃശ്ചിക മാസം ആയതുകൊണ്ടാണോ അതോ ഇനി ഇപ്പോൾ ദീപാവലി കഴിഞ്ഞതിൻ്റെ ആണോ അതോ ഈ ഫംഗ്ഷൻ്റെ ആണോ എന്നറിയില്ല, ഒത്തിരി ലൈറ്റ്സ് കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ പിന്നെ നമ്മുടെ ഐശ്വര്യയും ധന്യാഞ്ജലിയും രമ്യ ചേച്ചിയുടെ മോളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അമ്മയുണ്ട് അവിടെ. അപ്പം പൊഞ്ചി തേയിലെ കൂടെയൊക്കെ കളിച്ച് നടക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി ഇരുന്നില്ല കേട്ടോ. അകത്തോട്ട് കയറി ഇരുന്ന് ഇവർക്ക് അങ്ങനെ ഒത്തിരി നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല. അർച്ചനയും അശ്വതിയും നാട്ടിൽ പോയിക്കോട്ടോ, അതുകൊണ്ട് അവരില്ല. കുറച്ച് നേരം മേളം കേൾക്കും അകത്ത് കയറുന്ന. പിന്നെയും പുറത്തോട്ട് ഇറങ്ങും. അതേ കാർത്തിക്കൊക്കെ വന്നിട്ടുണ്ട്. അതേ അമ്മ, എല്ലാവരും നല്ല സുന്ദരികളായിട്ടാണ് വന്നേക്കുന്നത്. അത് സാൻവിക്കുട്ടി. പൊഞ്ചിക്കാണെങ്കിൽ മലയാളികളെ കാണാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതേ പൊഞ്ചി നോക്കിയപ്പോഴത്തേക്കും വൈശുക്കുട്ടൻ വന്നേക്കണം കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടോ പൊഞ്ചി. വൈശുക്കുട്ടനും പൊഞ്ചിയും കൂടെ ഓടി കളിച്ച് നടക്കുവാണ്. അപ്പോൾ അതേ മനുവേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്, അനിലേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്, കുഞ്ഞാറ്റുണ്ട്, രാഹുലുണ്ട്. എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഒരമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയില്ല കേട്ടോ. കാരണം ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറി കഴിച്ചിരുന്നു. കാരണം എനിക്കറിയില്ലായിരുന്നു ഇന്ന് പോവില്ലേ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴാണ് പോകാമെന്നൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോഴത്തേക്കും ചിക്കൻ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുളിച്ചു. എന്നാൽ പോലും ഞാൻ അകത്തോട്ട് കയറിയില്ല. മനസ്സതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വൃശ്ചിക മാസമൊക്കെ അല്ലേ, എന്തായാലും പുണ്യമാസമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് കയറിയില്ല. ഐശ്വര്യമാണെങ്കിൽ ഇത് രാമൻ്റെ അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അവിടെ ഒത്തിരി ദൈവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ പോയിട്ട് കാണണം കേട്ടോ. അപ്പം രാമൻ്റെ അമ്പലത്തിൽ കയറുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രസാദമൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ തവണ പീനട്ടായിരുന്നു വെച്ചായിരുന്നത്. അപ്പം പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോ, തിങ്ങി ഞെരുങ്ങിയ ആൾക്കാരിരിക്കണം. ഇപ്പോൾ ഇത്രയും പേര് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണണമെങ്കിൽ തന്നെ അത്രയും അടിപൊളിയായിരിക്കും. പിന്നെ പിള്ളേരാണെങ്കിൽ ഇവിടെ തകർക്കുവാണ് കേട്ടോ. അപ്പോൾ പൊഞ്ചി പിള്ളേരെ കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഞാൻ അവിടെ പൊഞ്ചിനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉറക്ക മേളം കേട്ടാലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മേളം എന്ന് നിങ്ങൾ തന്നെ പറയാട്ടോ. അപ്പോൾ പിള്ളേരാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ പായിലിരുന്ന് സപ്താഹമൊക്കെ വായിക്കില്ലേ, അതുപോലെ ഇവിടെ സഹസ്രനാമമൊക്കെ വായിക്കുന്നത് ഇങ്ങനത്തെ ഓരോരോ ബെഡ് പോലെ, കുഞ്ഞു കുഞ്ഞു ബെഡ് പോലത്തെ ഇതിലാണ്. അത് കുറേ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കിടന്ന് തകർക്കുവാണ് കേട്ടോ പിള്ളേർ. പക്ഷേ ഇതൊരു റിസ്കി കളിയാണ് കേട്ടോ. ആരുടെയെങ്കിലുമൊക്കെ മുട്ടൊക്കെ റിബ്സിൻ്റെ അവിടെയൊക്കെ കൊണ്ടാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കും കേട്ടോ. പറഞ്ഞാലാണെങ്കിൽ അനുസരിക്കില്ല. പിന്നെ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ കസേരയൊക്കെ ഒത്തിരി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ പഞ്ചാരിമേളത്തിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.